അങ്ങനെ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പൊ സമയം 6 മണിയായി. 5:30 ഇറങ്ങണം എന്നായിരുന്നു, പക്ഷെ 5:30 ഇറങ്ങാനായിട്ട് പറ്റില്ല. അങ്ങനെ 6 മണിക്കാണ് ഇപ്പൊ ഇറങ്ങുന്നത്. എല്ലാരും ഉറക്കപ്പിച്ചാണ്. നമുക്കിനി 4 മണിക്കൂറും 48 മിനിറ്റും ഒരു 122 കിലോമീറ്റർ ആണ് പോകാനുള്ളത്. 11 മണിക്ക് എത്തും എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ലഞ്ച് കഴിക്കണം, അവിടെ കൂടെ നിർത്താനുണ്ട്. ഇപ്പൊ ഏകദേശം എത്ര മണിയാകുന്ന ഒരു ഐഡിയ ഇല്ല. എന്നാലും 12 മണിക്കാണ് ചെക്ക് ഇൻ. 1 മണിക്കെങ്കിലും നമ്മൾ അവിടെ എത്തും. അങ്ങനെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചതേ വീണ്ടും നമ്മുടെ യാത്ര തുടരാണ്. ഇനിയും 4 മണിക്കൂറുണ്ട്. ഏകദേശം നമ്മള് 11:30 നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തുക. എനിക്ക് മൂന്നാറൊക്കെ പോണ വഴി പോലെ വഴി തന്നെയാണ്. ഇവിടുന്ന് മൂന്നാറും പോവാം. ഈ സൈഡില് മറ്റേ സാധനമൊക്കെ വെച്ചിട്ട് ഈ ആ കാർഡ് ഡിസ്ക്രൈബ് ചെയ്യാൻ വെക്കൂലേ? ആ റൂട്ട് തന്നെ ഇടി മൂന്നാർ പോവാ. ഈ പോണ വഴി നമ്മളൊരു സ്ഥലത്ത് ചെല്ലും. അവിടുന്ന് ലെഫ്റ്റും റൈറ്റും ആണ്. റൈറ്റ് പോയി കഴിഞ്ഞാൽ അവിടെയാണ്. സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ മൂന്നാറ്. ടെലിസ്കോപ്പിക്ക് വേണ്ടതായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് സൂം ചെയ്യാനായിട്ട്. ആഹാ അടിപൊളി കിട്ടണം അടിന്. നല്ല ഭംഗിയുള്ള ഞാറാണത്. കണ്ടപ്പോ ഭയങ്കര എന്താണ് സൂപ്പർ ആയിട്ടുള്ള വിഷ്വലായിട്ട് തോന്നി. ഇല്ല എങ്ങനെയുണ്ട് വരു? വിഷ്വൽസിൽ എത്രത്തോളം ഇത് ലൈക്ക് എത്ര ക്ലിയർ ആയിട്ട് ഈ ഒരു വിഷ്വല് കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷെ ലൈക്ക് അടിപൊളിയാണ്. വണ്ടി നിർത്തി ഞങ്ങൾ ഇവിടെ ഇറങ്ങി. എന്തായാലും ഇവിടെ നിന്ന് ഇനിയും 3 മണിക്കൂറുണ്ട് ട്രാവല്. പക്ഷെ എന്നാലും ഇവിടെ കണ്ടപ്പോ ലൈക്ക് ഇറങ്ങാണ്ട് പോവാനായിട്ട് തോന്നിയില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസ് ആണ് ഇവിടെ. പറമാനോ എങ്ങനെയുണ്ട്? അത് മാത്രമേ അറിയുള്ളൂ. സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാൻ മാത്രമേ അറിയുള്ളൂ. പപ്പയും അമ്മയും ദേ വണ്ടി അവിടെ ലൈക്ക് പാലത്തിന്റെ മുകളിലാണ് ഇപ്പൊ നമ്മള് നിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്താണ് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പപ്പയും അമ്മയും വണ്ടി അപ്പുറം മാറ്റിയിട്ടിട്ട് ഇറങ്ങാന്ന് പറഞ്ഞു. നമ്മള് വർക്കല ബീച്ചിലേക്ക് ഇറങ്ങിയതാണ്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈപ്പാസ് വഴി പോയിട്ടുണ്ടെങ്കിൽ ആകെ നിറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. അതെന്നാ രസം അറിയാമോ? നമ്മളങ്ങനെ ഓൺ ദ വേ ആണ്. ഇനിയും 2 മണിക്കൂർ 1.25 മണിക്കൂർ ഇനിയുണ്ട്. അപ്പോൾ ലൈക്ക് എല്ലാവരും നല്ല ടയേർഡായി. കാറിൽ കുറേ നേരം ആയില്ലേ പോകുന്നു. അപ്പം നമ്മള് ഓറഞ്ച് വാങ്ങിക്കാനായിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയേക്കുവാണ്. കുറച്ച് എനർജി ലൈക്ക് ഒരു റീഫ്രഷിങ് കിട്ടാനായിട്ട് നമ്മൾ ഓറഞ്ച് വാങ്ങാനാണ് വന്നേക്കണേ. വയറ് നിറഞ്ഞ എന്ത് കഴിച്ചാ വയറ് നിറഞ്ഞ? കുറച്ച് നേരം കഴിച്ചു. വളവാ നമ്മുടെ വണ്ടി വണ്ടിയിലെന്തെങ്കിലും ഉണ്ടോ? നല്ലതാണ് വല്ല വഴിക്ക് വാങ്ങിയാൽ നല്ല നാടൻ നല്ല മധുരമാണ്. ഓക്കെ ഇനി എത്ര നേരം കൂടി ഉണ്ടെങ്കിൽ വെറും 19 മിനിറ്റ് വർക്കലേ. ഡെസ്റ്റിനേഷൻ എത്താൻ പോകുന്നു.
കഴിക്കാൻ ഒരു ഹോട്ടലും പോലും ഇല്ല. 5.5 മണിക്കൂറാ. നമ്മൾ എത്ര 12:30 അറ്റ് ലാസ്റ്റ് ഒരു കട കിട്ടിയതാണത് ഈ കാണുന്നത്. നമ്മൾ ബിരിയാണിയും ഊണും പറഞ്ഞിട്ടുണ്ട്. വർക്കലൊക്കെ വന്നിട്ട് ഗൂഗിള് തെറ്റിച്ചു. സർഫിംഗ് മോഡ് 1 കിലോമീറ്റർ. ഇനിയും 1 കിലോമീറ്റർ. ഇവിടെ വഴിയില്ല. അവിടെ വഴിയില്ല. ഇത് ബ്ലാക്ക് ബീച്ച് റിസോർട്ട് അല്ല. വളർത്തേണ്ടി വരുമല്ലോ. പെട്ടു.